ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. നമുക്കിന്നൊരു പാസ്ത റെസിപ്പി നോക്കിയാലോ. ബോയിൽഡ് പാസ്ത, ചിക്കൻ, ക്യാരറ്റ്, ക്യാപ്സിക്കം, സവോള, പച്ചമുളക്, 5 വെളുത്തുള്ളി തീരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ മൈദ, ബട്ടർ, ചിക്കൻ മാഗി ക്യൂബ്, 1 കപ്പ് പാൽ, ഒലിവ് ഓയിൽ, ചീസ് സ്ലൈസും ചീസും. ഇനി പാസ്തയുടെ പ്രിപ്പറേഷൻ നോക്കിയാലോ. ഒരു പാനിലോട്ട് ഒലിവ് ഓയിൽ ഒഴിച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനിലേക്ക് ഉപ്പും പെപ്പറും 1 പിഞ്ച് മഞ്ഞളുമാണ് ചേർത്ത് വെച്ചിരുന്നത്. ചിക്കൻ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്ത് എടുത്താൽ മതിയാവും. ചെറിയ പീസായതുകൊണ്ട് ചിക്കൻ പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടും. നമ്മുടെ ചിക്കൻ ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. പാനിൽ നിന്ന് നമുക്ക് മാറ്റാം. ശേഷം സെയിം പാനിൽ തന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസ് നമുക്ക് ഓരോന്നായിട്ട് സോട്ട് ചെയ്യാം. ചിക്കൻ മാറ്റിയതിന് ശേഷം ഒരു മീഡിയം സൈസ് സവോളയാണ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നത്, ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് കട്ട് ചെയ്തുകൂടെ ആഡ് ചെയ്യാം. നമ്മൾ പെപ്പർ പൗഡറൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഇതിൽ 3 പച്ചമുളക് മതിയാവും. പച്ചമുളകും സവോളയും നന്നായിട്ട് സോട്ട് ചെയ്യാം. പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പാസ്ത ബോയിൽ ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ വെള്ളത്തിൽ ഒലിവ് ഓയിലും ഉപ്പും ചേർത്താണ് ഞാൻ പാസ്ത ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓയിൽ ചേർത്തില്ലെങ്കിൽ പാസ്ത സ്റ്റിക്കി ആയിപ്പോവും. എന്നിട്ട് വേണം ഡ്രെയിൻ ചെയ്തെടുക്കാൻ. ഡ്രെയിൻ ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി കോൾഡ് വാട്ടർ കൂടെ ഒഴിച്ചു കൊടുക്കണം. ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചത് ആഡ് ചെയ്യാം. ക്യാരറ്റും ഒന്ന് സോട്ടായി വന്നതിന് ശേഷം ചെറിയൊരു ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനും വെജിറ്റബിൾസ് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് ഒരു ചിക്കൻ മാഗി ക്യൂബ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മാഗി ക്യൂബ് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. അത്യാവശ്യം ഉപ്പ് മാഗി ക്യൂബിനകത്തുണ്ട്. ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ പാസ്ത ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1.5 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് പെപ്പർ പൗഡറാണ് ആഡ് ചെയ്യുന്നത്. വൈറ്റ് പെപ്പർ പൗഡറാണ് ബെറ്റർ. പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് ബ്ലാക്ക് പെപ്പർ പൗഡറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്കിനി വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് ബട്ടർ ചേർത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഫ്രൈ ചെയ്തെടുക്കണം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദമാവ് ഇട്ട് ഫ്രൈ ചെയ്യണം. ശേഷം പാലൊഴിച്ച് നമുക്കിതിനൊരു ക്രീമി ടെക്സ്ചറാക്കി എടുക്കണം. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് വീണ്ടും ഞാൻ പറയാണ്, വൈറ്റ് പെപ്പർ പൗഡർ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇതിലൊരു കളർ ചേഞ്ച് ഉണ്ട്. അല്ലെങ്കിൽ നല്ല വൈറ്റ് കളറായിരിക്കും. ഇപ്പോൾ ബ്ലാക്ക് പെപ്പർ പൗഡർ ആയതുകൊണ്ടാണ് ഒരു കളറിൽ വ്യത്യാസം. 3 ചീസ് സ്ലൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മെൽറ്റായി വരണം. അതിലേക്ക് ക്യൂബ് ചീസും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് അതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തത് ക്യൂബിൽ നിന്ന്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ചൊന്ന് തിക്ക് ഫോമായിട്ട് വരണം. ലംസ് എല്ലാം ഉടച്ച് മാറ്റി കൊടുക്കണം. ശേഷം നേരത്തെ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ചേർത്ത് കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന പാസ്ത നമുക്ക് ഇതിലോട്ട് കുറേശ്ശെ ചേർത്ത് ഈ സോസുമായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് പാസ്തയുടെ എല്ലാ സൈഡിലും പിടിക്കണം. നല്ല ടേസ്റ്റാണ്. ചീസ് ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ഇഷ്ടമാവും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളിതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. ചിക്കനും വെജിറ്റബിളും ചീസും ബട്ടറും എല്ലാം ഉണ്ട് ഇതിനകത്ത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാസ്തയാണ്.
നമ്മുടെ പാസ്ത ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് പാസ്തയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റി പാസ്ത റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട്